ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നു ബയോളജിക്കലല്ല. ഈ പാഠ്യപദ്ധതി കരിക്കുലം അംഗം ആദ്യം പറയുന്നു ബയോളജിക്കലാണെന്ന് വെച്ചാൽ ഗർഭകാലത്ത് തന്നെ നിശ്ചയിക്കപ്പെടുന്നതാണ്. പിന്നെ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു അത് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്ന്. അപ്പൊ നമ്മൾ വീണ്ടും ആ ഒരു വൈരുദ്ധ്യം അവിടെ വെച്ച് തന്നെ സംവാദത്തിൽ വെച്ച് തന്നെ ചോദിച്ചിട്ടുണ്ട്. അവസാനം പറഞ്ഞിട്ടുള്ളത് നിന്ന് തുടങ്ങാം. ജെൻഡർ ഒരു സാമൂഹ്യ നിർമ്മിതിയാണ്, സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണ് എന്നാണ് പറഞ്ഞത്. തൊട്ടു മുമ്പാണ്, അല്ലെങ്കിൽ 2-3 അവസരങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത് ജെൻഡർ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ഗർഭപാത്രത്തിൽ തന്നെ നിർണ്ണയിക്കപ്പെടുന്ന കാര്യമാണ് എന്നുള്ളത്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഏതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ വിഷയം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജെൻഡർ എന്താണെന്ന് അറിയില്ല, ജെൻഡർ ഐഡന്റിറ്റി എന്താണെന്ന് അറിയില്ല, അത് പഠിക്കുക, സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക എന്നൊക്കെ പറയും. അതിനാണ് ഞാൻ നേരിട്ട് തന്നെ ചോദിച്ചത് എന്താണ് ജെൻഡർ. അപ്പോൾ ആദ്യം പറഞ്ഞു അത് പിന്നെ ഗർഭകാലത്ത് തന്നെ അതെല്ലാം നിർണ്ണയിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ പറയുന്നു ജെൻഡർ എന്ന് പറയുന്നത് സാമൂഹ്യ നിർമ്മിതിയാണ്. എന്താണ് അത് എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. സാമൂഹ്യ നിർമ്മിതിയാണെങ്കിൽ അത് ഗർഭകാലത്ത് തന്നെ നിർണ്ണയിക്കപ്പെടില്ലല്ലോ. ഗർഭകാലത്ത് തന്നെ നിർണ്ണയിക്കപ്പെട്ട കാര്യമാണെങ്കിൽ അത് സാമൂഹ്യ നിർമ്മിതി ആവില്ലല്ലോ. അപ്പൊ എന്താണ് ഈ സാധനം, അതുപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യുക, എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് ബേസ്? അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ചോദിച്ചു എന്താണ് ഈ സാധനം, എന്താണ് ഈ ജെൻഡർ, അതൊന്ന് വിശദീകരിക്കേ. പലപ്പോഴും പറയാം ജനിക്കുമ്പോൾ തന്നെ അവരങ്ങനെയാണെന്ന് പറയും, പിന്നെ പറയുന്നത് സാമൂഹ്യ നിർമ്മിതിയാണ്, അവർ ആർജിച്ചെടുക്കുന്നതാണെന്ന് പറയും. ഇതിൽ ഏതാണ് സാധനം, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ശരി? അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു പുതിയൊരു ആശയം, ഇവരുടെ ചില ആശയങ്ങൾക്ക് വേണ്ടി, ഇവരുടെ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടി പുതിയൊരു ആശയം കുട്ടികളെ പഠിപ്പിക്കാൻ, ആ കുട്ടികളെ പഠിപ്പിക്കുന്ന ആശയങ്ങളിൽ ഇവർക്ക് പോലും വ്യക്തതയില്ല. ഇത് കരിക്കുലം കമ്മിറ്റി അംഗമാണ് ഇവിടെ എന്നോട് സംവാദം നടത്തിയിട്ടുള്ളത്. അവിടെ എന്നിട്ട് ഞാൻ ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം ഇതിന് ഒരു ഉത്തരവും അതിന്റെ സംവാദം കഴിയുന്നത് വരെ കിട്ടിയിട്ടില്ല.